ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം ഒബാദ്യ 1-ാമത്തെ അധ്യായം 3-4 വചനങ്ങളാണ്. ഒബാദ്യ ആമോസ് പ്രവാചകൻ്റെ ആ ചെറുഗ്രന്ഥം കഴിഞ്ഞ് വരുന്ന അധ്യായമാണ് ഒബാദ്യ. അവിടെ നമ്മളിങ്ങനെ വായിക്കുകയാണ്: പാറപ്പിളർപ്പുകളിൽ വസിക്കുന്നവളും ഉയർന്ന മലമുകളിൽ ആസ്ഥാനമുറപ്പിച്ചവളും ആർക്ക് എന്നെ താഴെയിറക്കാനാവും എന്ന് ഹൃദയത്തിൽ പറയുന്നവളുമായ നിന്റെ അഹങ്കാരം നിന്നെ വഞ്ചിച്ചിരിക്കുന്നു. നീ കഴുകനെപ്പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്ന് ഞാൻ നിന്നെ താഴെ ഇറക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, അനേകം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കുകയാണ്. ഏകദേശം 105 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കപ്പൽ ദുരന്തം. 1912 ആ സംഭവം. 2200 യാത്രക്കാരുമായി യാത്ര പുറപ്പെട്ട ടൈറ്റാനിക് എന്ന പേരായ കപ്പൽ ഒരു മഞ്ഞുമലയിൽ ഇടിച്ച് തകർന്ന് 1500ഓളം പേർ മരിക്കാനിടയായ അന്നുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പൽ ദുരന്തം. അന്നുവരെ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പലായിരുന്നു ടൈറ്റാനിക്. സ്നേഹമുള്ളവരെ, 1500ഓളം പേരാണ് അന്ന് മരിക്കാനിടയായത്. മരണസംഖ്യ കുറയ്ക്കാമായിരുന്നു ആവശ്യത്തിന് ലൈഫ് ബോട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ മതിയായ ലൈഫ് ബോട്ടുകൾ ആ കപ്പലിൽ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു കാരണം, ആ കപ്പൽ ഒരിക്കലും മുങ്ങില്ല എന്ന ഒരു മിഥ്യാബോധം ആ കപ്പലിൻ്റെ ഉടമസ്ഥർക്കും നാവികർക്കും ഉണ്ടായിരുന്നു. ഒരിക്കലും മുങ്ങാത്ത കപ്പൽ, അൺസിങ്കബിൾ ഷിപ്പ് എന്നാണ് ആ കപ്പലിനെ അവർ വിശേഷിപ്പിച്ചത്. ലോകത്തിൽ ഒരു ശക്തിക്കും ഈ കപ്പലിനെ മുക്കാൻ സാധിക്കില്ല. നമ്മൾ വായിച്ചു കേട്ട വചനമാണ്: നീ കഴുകനെ പോലെ പറന്നുയർന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും ഞാൻ നിന്നെ താഴെ ഇറക്കും. സ്നേഹമുള്ളവരെ, ഇതാ ഒരിക്കലും മുങ്ങില്ലെന്ന് അവകാശപ്പെട്ട ആ കപ്പൽ പർവ്വതം പോലെ ഒഴുകി വന്ന ആ മഞ്ഞുമലയിൽ ഇടിച്ച് വളരെ പെട്ടെന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയി. മനുഷ്യനെ ഞെട്ടിപ്പിച്ചൊരു സംഭവം, അതോടൊപ്പം തന്നെ മനുഷ്യനെ ചിന്തിപ്പിച്ചൊരു സംഭവമായിരുന്നു ആ ടൈറ്റാനിക് ദുരന്തം. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ എന്തിലാണ് പ്രത്യാശ വച്ചിരിക്കുന്നത്? ആരിലാണ് ശരണം വച്ചിരിക്കുന്നത്? എന്തിനെ ഓർത്തിട്ടാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? അഹങ്കരിക്കാനായിട്ട് നമുക്ക് എന്താ ഉള്ളത് പ്രിയമുള്ളവർ? ഇതാ ആ കപ്പൽ നൽകുന്ന സുരക്ഷിതത്വം, അതിലുണ്ടായിരുന്ന അമിത വിശ്വാസം, അതുകൊണ്ട് ആവശ്യത്തിന് ലൈഫ് ബോട്ടുകൾ പോലും അവർ കരുതിയിരുന്നില്ല. തിരിച്ചറിയാം പ്രിയമുള്ളവരെ, കർത്താവാണ് നമ്മൾ ശരണം വയ്ക്കേണ്ടത്. മറ്റൊന്നിലും നമുക്ക് പ്രത്യാശ വയ്ക്കാനില്ല, ഒന്നിലും മേന്മ ഭാവിക്കാനില്ല, ഒന്നിനെ ഓർത്ത് അഹങ്കരിക്കാൻ നമുക്കില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്ന്. 2 കൊരിന്തോസ് 10:17 തിരുവചനമാണ്: അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്ന്. എല്ലാം തകർന്ന് തരിപ്പണമാകാൻ ഒരു നിമിഷം മതി. സ്നേഹമുള്ളവരെ, ഇവിടെ ദൈവമായ കർത്താവ് തരുന്നൊരു വചനമുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാമത്തെ അധ്യായം 31-32 വചനം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: അഹങ്കാരി, ഞാൻ നിനക്കെതിരാണ്, നിന്നെ ശിക്ഷിക്കുന്ന സമയം ആസന്നമായിരിക്കുന്നു. ഞാൻ നിനക്കെതിരാണ്, നിന്നെ ശിക്ഷിക്കുന്ന സമയം ആസന്നമായിരിക്കുന്നു. ദൈവം വെറുക്കുന്ന ഒരു വിഭാഗം ആരാണെന്ന് ചോദിച്ചാൽ
അഹങ്കാരികളാണ് പ്രിയമുള്ളവരെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം, അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണെന്ന് പറയുന്നത്. അവർ ശിക്ഷിക്കപ്പെടാതെ പോകില്ല. സ്നേഹം തന്നെയായ ദൈവം ഇതാ ഒരു വിഭാഗക്കാരെ വെറുക്കുന്നു. പാപികളെ തേടി വന്ന ദൈവം, പാപികളെ സ്നേഹിക്കുന്ന ദൈവം, പശ്ചാത്തപിക്കുന്ന പാപിക്ക് പാപമോചനം നൽകുന്ന ദൈവം, അനുതപിക്കുന്ന പാപിക്ക് സ്വർഗം വാഗ്ദാനം ചെയ്ത സ്നേഹം തന്നെയായ ദൈവം ഒരു വിഭാഗക്കാരെ വെറുക്കുന്നു എന്ന് പറയുമ്പോൾ അഹങ്കാരമെന്ന തിന്മ എത്ര ഗൗരവമുള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, അഹങ്കരിക്കുന്നവരോട് എനിക്ക് വെറുപ്പാണെന്ന്, അവരെ ശിക്ഷിക്കുന്ന സമയം ആസന്നമായി എന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ ജീവിതം, നമ്മുടെ അസ്തിത്വം, നമ്മുടെ ജീവൻ, നമ്മളിന്ന് കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, ധരിക്കുന്ന വസ്ത്രം, അന്തി ഉറങ്ങുന്ന ഭവനം, നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ ജോലി, സമ്പത്ത്, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയാം. ഇതെപ്പോൾ വേണമെങ്കിലും ദൈവം തിരിച്ചെടുത്തേക്കാം. ദാനമായത് നമ്മൾ സ്വന്തമാക്കി, സ്വന്തമാണെന്ന് അവകാശപ്പെട്ട്, അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്തോസ് 4:7 നമ്മോട് ചോദിക്കുന്നുണ്ട്, ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിനാണ് അഹങ്കരിക്കുന്നത്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനാണ് നീ അഹങ്കരിക്കുന്നത്? പ്രിയമുള്ളവരെ, നമുക്ക് സ്വന്തം എന്ന് പറയാനായിട്ട് ദൈവം തന്നെ നമ്മുടെ ആത്മാവ് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തിലാണ് കൂടുതലായിട്ട് അഭിമാനിക്കുന്നത്, അഹങ്കരിക്കുന്നത്? പ്രിയമുള്ളവരെ, ഇതാ നമുക്ക് സ്വന്തമായിട്ടുള്ളത് കുറേ ബലഹീനതകളും പാപങ്ങളും മാത്രമുള്ളൂ. ഒന്നിലും മേന്മ ഭാവിക്കാനില്ല, അഹങ്കരിക്കാനില്ല. ഈ തിരുവചനം 1 കൊരിന്തോസ് 4:7 ആ വചനം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളിൽ നിന്നും അഹങ്കാരം വിട്ടുപോകും. അത് സ്വന്തമാക്കി പറയുമ്പോൾ നമുക്കെങ്ങനെ പറയാൻ സാധിക്കും? ദാനമായി ലഭിച്ചതല്ലാതെ എനിക്കൊന്നുമില്ല, എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ ഞാൻ എന്തിന് അഹങ്കരിക്കണം? എല്ലാം ദാനമാണെന്ന സത്യം തിരിച്ചറിയാം. എല്ലാം പിൻവലിക്കപ്പെടാവുന്നതാണ്. നമ്മളിന്ന് സ്വന്തമെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ, അതിനെ ഓർത്താണ് നമ്മൾ മേന്മ ഭാവിക്കുന്നത്, അഹങ്കരിക്കുന്നതെങ്കിൽ ഇതെല്ലാം ഒരു ദിവസം മരണ കവാടത്തിങ്കൽ ഉപേക്ഷിക്കേണ്ടതാണെന്നുള്ള സത്യം നമ്മൾ മറന്നു പോകല്ലേ. വീരശൂര പരാക്രമിയായിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി, നമുക്കറിയാം പ്രിയമുള്ളവരെ, ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച വ്യക്തിയായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി. എന്നിട്ട് എന്ത് കൊണ്ടുപോയി? മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ 2 കൈപ്പത്തികളും തുറന്നു വെച്ചേക്കായിരുന്നു ശവമഞ്ചത്തിന് പുറത്ത്. ഞാൻ വെറും കൈയോടെ പോകുന്നു, വെറും കൈയോടെ പോകുന്ന വലിയ സന്ദേശമാണ് ലോകത്തിന് നൽകിയത്. ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച ഒരു വീരപരാക്രമിയായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി. ജോബ് പറയുന്നില്ലേ, ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി വന്നു, നഗ്നനായി ഞാൻ തിരിച്ചു പോകുമെന്ന്. പ്രിയമുള്ളവരെ, നമ്മളിന്ന് വാരിക്കൂട്ടുന്നതും നേടിക്കൂട്ടുന്നതെല്ലാം ആരനുഭവിക്കാൻ പോകുന്നു? വല്ല ഉറപ്പുണ്ടോ പ്രിയമുള്ളവരെ? ഇന്ന് നമ്മുടെ കയ്യിലുള്ള പണം നാളെ ആരുടെ കയ്യിലേക്ക് ചെന്ന് ചേരും നമുക്ക് പറയാൻ പറ്റുമോ? എന്തിനെ ഓർത്തിട്ടാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? പ്രിയമുള്ളവരെ, അഹങ്കാരം ദൈവം അങ്ങേയറ്റം വെറുക്കുന്ന ഒരു പാപമാണെന്നുള്ള സത്യം തിരിച്ചറിയുമ്പോൾ നമ്മൾ അഭ്യസിക്കേണ്ട ഏറ്റവും വലിയ പുണ്യം ഏതാണെന്ന് വെച്ചാൽ എളിമയാണ്. എളിമ. എല്ലാം ദാനമാണെന്ന് തിരിച്ചറിയുന്ന വ്യക്തിയാണ് എളിമയുടെ തലത്തിലേക്ക് വരികയുള്ളൂ. എല്ലാം ദാനമാണെന്ന് തിരിച്ചറിയുന്ന വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ശരണം വയ്ക്കും, ദൈവത്തോട് ചേർന്ന് നിൽക്കും. അങ്ങനെ വരുമ്പോൾ വീണ്ടും വീണ്ടും കൃപകൾ നൽകി ദൈവം ആ വ്യക്തിയെ വീണ്ടും വീണ്ടും അനുഗ്രഹിച്ചുയർത്തും. കാരണം യാക്കോബ് ശ്ലീഹയുടെ ലേഖനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യാക്കോബ് 4:6 യാക്കോബ് 4:6 വചനം ഇതാണ്: കർത്താവ് അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യും. ദൈവസന്നിധിയിൽ എളിമപ്പെടാൻ തയ്യാറാകുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, വീണ്ടും വീണ്ടും കൃപകൾ നൽകി ദൈവം നമ്മളെ അനുഗ്രഹിച്ച് ഉയർത്തും. എളിമ എന്ന പുണ്യം അഭ്യസിക്കണം പ്രിയമുള്ളവരെ. അഹങ്കാരത്തിന്, നിഗളത്തിന് എതിരായിട്ടുള്ളൊരു പുണ്യമാണ് എളിമ. എല്ലാ അനുഗ്രഹങ്ങളുടെയും മാതാവാണ് എളിമ. എല്ലാ തിന്മകളുടെയും മാതാവാണ് അഹങ്കാരം. എന്നാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും മാതാവാണ് എളിമ. ഈ സത്യം നമ്മൾ തിരിച്ചറിയാം. അഹങ്കാരം മൂലപാപങ്ങളിൽ ആദ്യത്തെ പാപമാണ് അഹങ്കാരം.
ഏകദേശം 300ഓളം പിരിവുകൾ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. 300ഓളം പിരിവുകൾ. പ്രിയമുള്ളവരെ, മൂലം ഉള്ള പാപം, മൂലപാപം. മൂലം എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം വേര്. വേരുള്ള പാപമാണത്. നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള, നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളൊരു പാപമാണത്. അതുകൊണ്ട് ഈ പാപം നമ്മളിൽ നിന്ന് പിഴുതെറിയാനായിട്ട് എളുപ്പമല്ല. ദൈവത്തിൻ്റെ കൃപയോട് അങ്ങേയറ്റം സഹകരിച്ച് നമുക്കിതിനെ ഒതുക്കി നിർത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഇത് വേര് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് വെട്ടി നിർത്താൻ സാധിക്കും. വചനം കേട്ട് ധ്യാനം കൂടുമ്പോൾ, അനുതാപത്തിലേക്ക് വരുമ്പോൾ കുറേയേറെ നമുക്കതിനെ വെട്ടി ഒതുക്കാൻ സാധിക്കും. പക്ഷെ അപ്പോഴും വേര് അടിത്തട്ടിൽ കിടപ്പുണ്ടെന്നുള്ള സത്യം തിരിച്ചറിയുക. ഇതിനെ കാർഡിനൽ സിൻ എന്ന് പറയുന്നത്. കാർഡിനൽ സിൻ എന്ന്, വേരുള്ള, മൂലമുള്ള പാപം. ആത്മീയമായിട്ട് വളരാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ മൂലപാപങ്ങൾ നമ്മളിലുണ്ട്, അഹങ്കാരം എന്ന പാപം നമ്മളിലുണ്ട് എന്ന സത്യം തിരിച്ചറിയുക. ഇത് നമ്മുടെ വരപ്രസാദത്തെ ക്ഷയിപ്പിച്ച് കളയുന്നു. കൃപയിൽ വളരാൻ ഏറ്റവും വലിയ തടസ്സമാണെന്ന് നമ്മൾ സത്യം തിരിച്ചറിയുക. ആരെല്ലാം അഹങ്കരിച്ചിട്ടുണ്ടോ അവരെയെല്ലാം ദൈവം ചിതറിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒന്നുമില്ലാതെ നിലം പരിശാക്കിയ എത്രയോ സംഭവങ്ങളാണ് നമ്മളുടെ ചുറ്റുപാടിൽ നമ്മൾ കാണുന്നത്. ഇന്ന് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലും ധാരാളം ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യ മാതാപിതാക്കൾ അവർ ദൈവത്തെ പോലെ ആകാൻ ആഗ്രഹിച്ചവരാണ്. ദൈവത്തെ പോലെ ആകാൻ ആഗ്രഹിച്ചു. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നൊരു പ്രലോഭനമാണ് സാത്താൻ കൊടുത്തത്. ആ പ്രലോഭനത്തിന് അവർ വഴങ്ങി ദൈവത്തെ പോലെ ആകാൻ ആഗ്രഹിച്ചു. ഇതാ ആദ്യ മാതാപിതാക്കൾ പർദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സംഭവം നമ്മൾ കാണുന്നുണ്ട്. പർദീസ അവർക്കെതിരെ കുറ്റിയടയ്ക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ലൂസിഫർ എങ്ങനെ മാലാഖ പിശാചായി. ലൂസിഫർ സൗന്ദര്യമുള്ളവനായിരുന്നു, ജ്ഞാനമുള്ളവനായിരുന്നു, സ്തുതിപ്പിലൂടെയും ഗാനത്തിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തിയ വ്യക്തിയായിരുന്നു, ഒത്തിരി കൃപകളുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ താൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണെന്ന് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇത് തൻ്റെ നേട്ടമായിട്ട് കരുതി. ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ മറന്നു പോകല്ലേ. അഹങ്കരിച്ചു. ലൂസിഫർ അഹങ്കരിച്ചപ്പോൾ ഒരു യുദ്ധം നടക്കുകയാണ്. ലൂസിഫറിൻ്റെ സൈന്യവും മിഖായേലിൻ്റെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ആ യുദ്ധത്തിൽ ലൂസിഫർ സൈന്യം പരാജയപ്പെടുന്നു. അങ്ങനെ അവർ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു, നിഷ്കാസനം ചെയ്യപ്പെട്ടു. പ്രിയമുള്ളവർ, സ്വർഗം നഷ്ടപ്പെട്ടു. അഹങ്കരിക്കുന്നവരെ കാത്തിരിക്കുന്നത് ഭയാനകമായ വിധിയാണെന്ന സത്യം നമ്മൾ തിരിച്ചറിയാം. അഹങ്കരിക്കുന്നവരെ കാത്തിരിക്കുന്ന ഭയാനകമായ വിധി. അതുകൊണ്ടാണല്ലോ മലാക്കിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സൈന്യങ്ങളെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ചൂള പോലെ കത്തുന്ന ദിനം വരുന്നു. കർത്താവിൻ്റെ വരവ്, യുഗാന്ത്യം, ചൂള പോലെ കത്തുന്ന ദിനം വരുന്നു. അന്ന് അഹങ്കാരികളെയും ദുഷ്ടന്മാരെയും വൈക്കോൽ പോലെ ആക്കുമെന്ന്. വേരും ശാഖയും അവശേഷിക്കാത്ത വിധം എല്ലാം ദഹിപ്പിച്ച് കളയുമെന്ന്, എല്ലാം ചാരമാക്കി കളയുമെന്ന് പറയുന്നത്. മലാക്കി 4:1 തിരുവചനം. ഭയാനകമായ വിധിയാണ് പ്രിയമുള്ളവരെ അവരെ കാത്തിരിക്കുന്നത്. നമ്മൾ ബൈബിളിൽ ഒത്തിരി സംഭവങ്ങൾ കാണുന്നുണ്ട്. ബാബേൽ ഗോപുരം അന്ന് അവരുടെ അഭിമാനത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് അവർ കണ്ടിരുന്നു. ആകാശം മുട്ടുന്ന ഒരു ഗോപുരം പണിതാൽ ആ പ്രശസ്തി എന്നേക്കും നിലനിൽക്കും. അതായിരുന്നു അവരുടെ ചിന്തയും ധാരണയെല്ലാം. അവരത് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവമായ കർത്താവ് അത് തിരിച്ചറിയാണ്. മനസ്സിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങൾ പോലും അറിയുന്ന ദൈവം. ജ്ഞാനം 1:6. നമ്മുടെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ മറ്റുള്ളവരെ തിരിച്ചറിയണമെന്നില്ല. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങൾ പോലും അറിയുന്ന ദൈവം അത് തിരിച്ചറിയുന്നു. സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, അന്നുവരെ ലോകത്തിൽ ഒരേ ഒരു ഭാഷയും ഒരേ ഒരു സംസാര രീതിയും മാത്രമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്ന് ഭാഷ ഭിന്നിപ്പിച്ചു ദൈവം, ജനതകളെ ചിതറിച്ചു. ആ ജനതകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ചിതറിക്കപ്പെട്ടു. അവരെ പദ്ധതി അവിടെ തകർക്കുകയാണ് ദൈവം ചെയ്തത്. ബാബേൽ ഗോപുര നിർമ്മാണം. പ്രിയമുള്ളവരെ, അതാണ് ലൂക്ക സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 51-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അഹങ്കാരികളെ അവിടുന്ന് ചിതറിക്കുമെന്ന്, അവരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിടുന്നു പറഞ്ഞത്. പ്രബലന്മാരെ
ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് അവരെ തട്ടിയിടും. പൗലോസ്ലീഹ ഡമാസ്കസിലേക്കുള്ള യാത്രയിൽ കുതിരപ്പുറത്തുള്ള യാത്ര, പ്രിയമുള്ളവരെ, ഇതാ ഈശോ തട്ടിയിടുകയാണ് പൗലോസ് അപ്പോസ്തലനെ. എന്നിട്ട് എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 51 മുതൽ 53 വരെയുള്ള വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, എവിടെ എളിമയുണ്ടോ അവിടെയാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. അവരെയാണ് കൂടുതൽ കൃപയിൽ ദൈവം വളർത്തുന്നത്. വേറെ മറ്റു പല കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ കാണുന്നുണ്ടല്ലോ, അധികാരത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട്. എല്ലാ അധികാരവും ദൈവത്തിൽ നിന്നാണ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കുക. റോമാലേഖനം 13:1 വചനമാണ്, എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നു. പിലാത്തോസ് ഈശോയോട് പറയുന്നുണ്ട്, നിന്നെ വെറുതെ വിടാനും കൊല്ലാനും എനിക്ക് അധികാരമുണ്ട്. അധികാരത്തിൽ അഹങ്കരിച്ച വ്യക്തിയായിരുന്നു പിലാത്തോസ്. ഈശോ കൊടുത്ത ഉത്തരം എന്താണ്? സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടാതെ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കില്ല. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടാതെ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കില്ല. പിലാത്തോസിന് കൊടുത്ത സന്ദേശം ഇതാണ്, പിലാത്തോസേ, അധികാരം ഇത് സേവനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പാരമ്പര്യത്തിൽ അഹങ്കരിച്ചിരുന്നവരായിരുന്നു യഹൂദര്. അവർ ഈശോയോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ പിതാവായ അബ്രാഹത്തേക്കാൾ, മരിച്ചുപോയ അബ്രാഹത്തേക്കാൾ വലിയവനാണോ നീ? ഈശോയോട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ പിതാവായ മരിച്ചുപോയ അബ്രാഹത്തേക്കാൾ വലിയവനാണോ നീ? ഈശോ എന്താണ് പറഞ്ഞത്? അബ്രാഹത്തിന് വേണമെങ്കിൽ ഈ കല്ലിൽ നിന്നും മക്കളെ ഉൽപ്പാദിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കുമെന്ന്. ദൈവത്തിന് അബ്രാഹത്തിന് വേണ്ടി ഈ കല്ലുകളിൽ നിന്നും മക്കളെ ഉൽപ്പാദിപ്പിക്കാൻ സാധിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ അബ്രാഹാം പിതാവായതുകൊണ്ട് കൂടുതൽ അഭിമാനിക്കേണ്ട, അബ്രാഹത്തിൻ്റെ മക്കളെന്ന് അറിയുന്നതിൽ നിങ്ങൾ കൂടുതൽ അഭിമാനിക്കേണ്ട. നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. അതാണ് ഈശോ അന്ന് കൊടുത്ത ഉത്തരം. അവർ ജെറുസലേം ദേവാലയത്തെ കാണിച്ച് അഭിമാനത്തോടെ പറഞ്ഞു, 40 വർഷം കൊണ്ട് പണിയപ്പെട്ട ദേവാലയം. അപ്പോൾ ഈശോ അവിടെയും പറയുന്നുണ്ട്, ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ മുഴുവൻ നശിപ്പിക്കപ്പെടുമെന്ന്. AD 70 അത് സംഭവിച്ചു. ആ ദേവാലയം തകർക്കപ്പെട്ടു, ജനതകളെല്ലാം ചിതറിക്കപ്പെട്ടു. അഹങ്കാരികളെ ചിതറിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മൾ കാണുന്നുണ്ട് ഗോലിയാത്ത്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അഹങ്കരിച്ച വ്യക്തിയായിരുന്നു ഗോലിയാത്ത്. മല്ലനായ ആ ഫിലിസ്ത്യൻ ആര് മുമ്പിലാണ് പരാജയപ്പെട്ടത്? ഒരു പീറച്ചക്കൻ ദാവീദിൻ്റെ ഒരു കല്ലേറുകൊണ്ട് ഇതാ നിലംപൊത്തി. പ്രിയമുള്ളവരെ, ഒന്നിലും നമുക്ക് അഹങ്കരിക്കാനില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന സത്യം നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ടാണല്ലോ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്, ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കൊന്നുണ്ട്, എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിനഹങ്കരിക്കുന്നു? സമ്പത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട്. നിയമാവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം 17-18 വചനം, എൻ്റെ കരബലം കൊണ്ട് എൻ്റെ കഴിവുകൊണ്ട് നേടിയെടുത്താന്ന് നീ പറയരുത്. ദൈവമാണ് സമ്പത്തുണ്ടാക്കാൻ നിന്നെ അനുഗ്രഹിച്ചത്. സമ്പത്തുണ്ടാക്കാൻ അനുഗ്രഹിച്ച ദൈവമാണെന്ന സത്യം നീ തിരിച്ചറിയുക. ദൈവം നിനക്ക് മറ്റുള്ളവരേക്കാൾ കൂടുതൽ സമ്പത്ത് തന്നിട്ടുണ്ടോ? ആരോഗ്യം തന്നിട്ടുണ്ടോ? അറിവ് തന്നിട്ടുണ്ടോ? ജ്ഞാനം തന്നിട്ടുണ്ടോ? കഴിവുകൾ നൽകിയിട്ടുണ്ടോ? ഇത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കാൻ ദൈവം നിന്നെ അനുഗ്രഹിച്ചതാണെന്ന സത്യം നീ തിരിച്ചറിയുക. അതുവഴിയായിട്ട് നീയും കൂടുതൽ അനുഗ്രഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അഹങ്കാരികളെ എതിർക്കുന്ന ദൈവം, അഹങ്കരിക്കുന്നവരോട് ദൈവത്തിന് വെറുപ്പാണെന്ന സത്യം തിരിച്ചറിയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ എളിമയുടെ തലത്തിലേക്ക് വരാനുള്ള ആ വലിയ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അഹങ്കാരം അത് നമ്മുടെ ഒരു മനോഭാവമാണത്. നമ്മുടെ ഒരു മനോഭാവം, ഒരു പ്രവൃത്തിയേക്കാൾ ഉപരിയായിട്ട് ഒരു മനോഭാവമാണ്. ഞാൻ ആരോ ആണ്, ഞാൻ എന്തോ ആണ്, എനിക്ക് എന്തൊക്കെയുണ്ട്, ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയൊന്നുമല്ല. ഇതാണ് അവരുടെ ചിന്താരീതികൾ. തെറ്റാണ് പ്രിയമുള്ളവരെ. ഞാൻ ഒന്നുമല്ല. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്ന തിരുവചനം നമ്മുടെ മനസ്സിൽ തെളിയട്ടെ. പ്രിയമുള്ളവരെ, എളിമയുടെ തലത്തിലേക്ക് വരിക. പ്രത്യേകിച്ച് ശുശ്രൂഷകരിൽ പോലും അഹങ്കാരം കാണുന്നുണ്ട്. വരദാനങ്ങളുള്ളവർ, ദർശനപരമുള്ളവർ, രോഗശാന്തി ഉള്ളവർ. പ്രിയമുള്ളവരെ, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങളാണെന്ന് സത്യം തിരിച്ചറിയുക. അതിലൊന്നും നമുക്ക് മേന്മ ഭാവിക്കാനില്ല, ഒന്നിലും മേന്മ ഭാവിക്കാനില്ല. പൗലോസ് അപ്പോസ്തലൻ നമുക്ക് വലിയൊരു മാതൃകയാണ്. മരിച്ചൊരു വ്യക്തിയെ ഉയർപ്പിച്ച വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. എവിത്തിക്കോസ് എന്ന പേരായ വ്യക്തി, എവിത്തിക്കോസ്. ആ മരിച്ച വ്യക്തിയെ ഉയർപ്പിച്ച പൗലോസ് അപ്പോസ്തലൻ
എളിമയുടെ തലത്തിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പാപികളിൽ ഒന്നാമനാണെന്ന്. ഞാൻ പാപികളിൽ ഒന്നാമനാണെന്ന്. ഇതാ, എനിക്ക് ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ സാധിക്കുന്നില്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ദുർഭകനായ മനുഷ്യനാണെന്ന്. ഞാൻ പ്രശംസിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ബലഹീനതകളെക്കുറിച്ച് മാത്രമേ പ്രശംസിക്കുകയുള്ളൂ. ഒരു കാലത്ത് അഹങ്കരിച്ച വ്യക്തിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. ഇതാ, എളിമയുടെ തലത്തിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പൗലോസിനെ ദൈവം ഉയർത്തി. എളിമയുടെ തലത്തിലേക്ക് വന്നപ്പോൾ ദൈവം ഉയർത്തി. പൗലോസ് ഒരു അപ്പോസ്തലനല്ലായിരുന്നു, ഒരു ശിഷ്യൻ പോലും അല്ലായിരുന്നു. യേശുവിൻ്റെ സഭയെ പീഡിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു. യേശുവിനാൽ പിടിക്കപ്പെട്ടു, ഒരു ശിഷ്യനായി അപ്പോസ്തലനായി മാറി. ഉയർത്തി ഉയർത്തി വരികയാണ്. എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുന്ന ദൈവം. ഇതാ, ഒരു വിശുദ്ധൻ്റെ തലത്തിലേക്ക് പൗലോസ് ഉയർന്നു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പൗലോസിനെ വിശുദ്ധ പൗലോസ് എന്ന് പറയുന്നു. തൊട്ടുമുത്തുന്നു പ്രിയമുള്ളവരെ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. അഹങ്കാരികളുടെ പ്രാർത്ഥന ദൈവം ഒരിക്കലും കേൾക്കില്ല പ്രിയമുള്ളവർ, ഒരിക്കലും കേൾക്കില്ല. ദാനിയേൽ പ്രവാചന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 10-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വചനത്തിൽ, നീ നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ആ സമയം മുതൽ നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നുവെന്ന്. നീ നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ആ സമയം മുതലാണ് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നത്. പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട്, നമ്മൾ ദൈവത്തോട് പരാതി പറയാറുണ്ട്. എളിമയുടെ തലത്തിലേക്ക് വരിക പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന കർത്താവിന് സ്വീകാര്യമാകും. പരിശുദ്ധ അമ്മ പറയുന്നുണ്ടല്ലോ, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചുവെന്ന്. എത്ര ശരിയാണ് പ്രിയമുള്ളവരെ. ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പുത്രന് ജന്മം നൽകാൻ, പുത്രനെ പ്രസവിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് പരിശുദ്ധ കന്യാമറിയത്തെയാണ്. അതിനൊരു ഉദരം കണ്ടെത്തിയത് പരിശുദ്ധ കന്യാമറിയത്തിലാണ് പ്രിയമുള്ളവരെ. അവിടുന്ന് ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ലോക ചരിത്രത്തിൽ പ്രിയമുള്ളവരെ ഒരു ആധ്യാത്മിക നേതാവും കാണിച്ചു തരാത്ത താഴ്മ കാണിച്ചു തന്ന വ്യക്തിയാണ് ഈശോ. ഈശോയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാ, ദൈവിക സമാനത മാറ്റിവെച്ച് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു. ഇതിലും വലിയൊരു എളിമ എന്താ ഉള്ളത്? ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുക. ഇതിലും വലിയൊരു എളിമ കാണിച്ചു തരാമെന്നില്ല പ്രിയമുള്ളവരെ. എന്നിട്ട് അവിടുന്ന് എന്താ ചെയ്തത്? ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, തള്ളി പറഞ്ഞവരെ, ഒറ്റിക്കൊടുത്തവരെ പാദങ്ങൾ കഴുകി. പിലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ കാഴ്ച, വിധി പ്രസ്താവം കേൾക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടാവായ ദൈവം സൃഷ്ടിയുടെ മുമ്പിൽ നിൽക്കുന്ന ആ കാഴ്ച, കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവർ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെ അവൻ മൗനം പാലിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത ഈശോ അത്രയുടെ എളിമയുടെ തലത്തിലേക്ക് അവിടുന്ന് വന്നു. അതിന് കിട്ടിയ പ്രതിഫലം എന്താണ്? എല്ലാറ്റിനേക്കാൾ ഉപരിയായ നാമം നൽകി ദൈവം അനുഗ്രഹിച്ചു. എല്ലാറ്റിനേക്കാൾ ഉപരിയായ നാമം. ആ നാമത്തിന് മുമ്പിൽ ഇന്ന് സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാവരും ഞെട്ടിവിറയ്ക്കാണ് പ്രിയമുള്ളവരെ. ആരെല്ലാം താഴേക്ക് ഇറങ്ങി വരാൻ തയ്യാറാകുന്നു അവരെ ദൈവം പടുത്തുയർത്തുന്ന ആ കാഴ്ചയാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ എളിമപ്പെടാൻ തയ്യാറാകുക. അത്ര എളുപ്പമല്ല. എളിമ എല്ലാ പുണ്യങ്ങളുടെ മാതാവാണെന്ന് തിരിച്ചറിയുമ്പോൾ ഇനി നമ്മൾ കൃപയിൽ വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എളിമപ്പെടുക. പ്രത്യേകിച്ച് ശുശ്രൂഷ ജീവിതത്തിലുള്ളവർ ഒരിക്കലും വരദാനങ്ങളിൽ കൂടുതലായിട്ട് അഭിമാനിക്കരുത്. ഇത് ദൈവം സഭയെ പടുത്തുയർത്താൻ വേണ്ടി ദൈവം ദാനമായി നൽകിയിട്ടുള്ളതാണ്. പ്രഘോഷണ വരവുണ്ടാകാം, പ്രബോധന വരവുണ്ടാകാം, രോഗശാന്തി വരവുണ്ടാകാം, അത്ഭുത പ്രവർത്തന വരവുണ്ടാകാം. തോമാസ് ലീഹയിലൊക്കെ അത്ഭുത പ്രവർത്തന വരവുണ്ടായിരുന്നു പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ അന്തോണിസ് പുണ്യവാനിലെല്ലാം ഇവരെല്ലാം എത്രയോ എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വന്നവരാണെന്ന് ആ സംഭവം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു, എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുന്നുവെങ്കിൽ നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, എളിമയിൽ ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവിന് മുമ്പിൽ വിനീത ദാസരായി കുറ്റമറ്റ ദൈവമക്കളായി വ്യാപരിക്കാനുള്ള കൃപ നമുക്കെല്ലാവർക്കും ദൈവം പ്രദാനം ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമീൻ.